ये वाला फोटो ഓക്കെ ഓക്കെ താങ്ക് യു. അപ്പോൾ നമ്മൾ ഇപ്പം അത് തന്നെ നമ്മളിപ്പോൾ എവിടെ വന്ന് നിർത്തി എന്നുള്ള ഫോട്ടോ എടുക്കാനാണ് പുള്ളി പറഞ്ഞത്. കാരണം നമ്മൾ ചിലപ്പോൾ വഴി പിഴച്ചു പോകാൻ തെറ്റിപ്പോകാൻ സാധ്യതകളുണ്ട്. അതുകൊണ്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകാൻ പറഞ്ഞിട്ടുണ്ട്. സെറ്റപ്പ് അങ്ങനെയൊക്കെയാണ് ഇവിടെ. എല്ലാവരും എങ്ങനെയുണ്ട് മക്കളെ ഇവിടെ? ഡോക്ടർ വന്നിരിക്കുകയാണ് ഗൈസ്. ഡോക്ടർ വന്നിരിക്കുക. എങ്ങനെ ഡോക്ടർ അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. തൊപ്പി സത്യം പറയാലോ ഗൈസ്, ഈ ഇതിൻ്റെ അകത്ത് മൊത്തം നല്ല അടിപൊളി കിടിലം കാറുകളൊക്കെയാണ് കിടക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഓടിക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ. വണ്ടി ഓടിക്കണമെന്ന് പഠിക്കണമെന്ന് നല്ല താല്പര്യമൊക്കെ ഉണ്ട് നമുക്ക്. നമ്മൾ ഒരു ദിവസം ഇതേപോലെയൊക്കെ സെറ്റപ്പുള്ള സാധനങ്ങളൊക്കെ ഐറ്റങ്ങളൊക്കെ നമ്മൾ വാങ്ങും. പറ്റി ഇറങ്ങിപ്പോകാനാണ് പറയുന്നത്. ഇതിലല്ല അതിലേ വരാനാണ് പറയുന്നത്. കാരണം അവിടെ സെക്യൂരിറ്റി സംഭവങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഇപ്പം ഇവിടെയൊക്കെ കയറും ഭഗവാനെ. സെറ്റപ്പ് കണ്ടോ? ഈ സെറ്റപ്പിലൂടെയാണ് ഇപ്പം നമ്മൾ ഇറങ്ങി വന്നേക്കുന്നത് കേട്ടോ. ഈ പിള്ളേർക്ക് കയറാൻ ഞാനും ചാടി കയറിയിരിക്കുകയാണ് ഗൈസ്. ഇനി നിന്റെ അതെ യൂണിഫോം വേണ്ട മോനെ. സെറ്റപ്പ് കണ്ടോ ഗൈസ്? എൻ്റെ മോനെ ഇതൊക്കെ എന്നെ ആയിട്ട് വരും. വാവ്, സത്യം പറയാലോ സെറ്റ് സ്ഥലം കേട്ടോ. നമ്മുടെ പിള്ളേർ അങ്ങ് നടന്നു പോയിരിക്കുകയാണ് ഗൈസ്. കിട്ടിലും ഷോപ്പുകളൊക്കെയാണ് അത് നമുക്ക് കാണാൻ പറ്റുന്നത്. എൻ്റെ മോനെ ഇതെല്ലാം പക്കാ സെറ്റപ്പ് കേട്ടോ. വാവ്, അവരെ ഓരോന്ന് ഇതിനകത്ത് കയറി പൊക്കോണ്ടേ ഇരിക്കുകയാണ് ഗൈസ്. ഇതെല്ലാം കണ്ടിട്ട് എനിക്ക് സത്യം പറയാമെങ്കിൽ എന്താ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാവ്. നമ്മൾ കുറേ ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ കാണിക്കുന്നതായിരിക്കും. ആണോ? അപ്പോൾ അവൾക്കൊരു ഫോട്ടോ എടുത്ത് വരാം. അപ്പോൾ ഗൈസ് നമ്മൾ അടിപൊളി നല്ല കുറേ അധികം ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഗ്ലാസ്സൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു രീതിയിൽ നിന്നാണ് ഇങ്ങനൊരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പം ആള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പൊളിച്ച് ഒന്നും പറയാനില്ല. കിടുക്കൻ സെറ്റപ്പാണ് ഇവിടെ എല്ലാം. പിന്നെ ഒത്തിരി സമയം നമ്മൾ ഫോട്ടോ എടുക്കാൻ തന്നെ ഒത്തിരി സമയം നമ്മൾ ചിലവഴിച്ചിട്ടുണ്ട്. അടുത്ത ഉയരങ്ങളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അതെ അതെ അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു ഫോട്ടോ എടുപ്പൊക്കെ? എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യമായിട്ട് ഇത്രയും എനിക്ക് തോന്നുന്നു മനോഹരമായിട്ടുള്ള ഫോട്ടോസ് എടുക്കുന്നത്. ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഒത്തിരി, എങ്കിലും കൂടുതൽ എടുക്കുന്ന ഇപ്പോൾ ആദ്യമായിട്ടാണ്. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ അവൻ്റെ അങ്ങോട്ട് ഉയരങ്ങളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. കൂടെ ഒരു ഫോട്ടോഗ്രാഫർ ഉള്ളതുകൊണ്ട് ഇപ്പൊ തലയും കുത്തി വീണേനെ രാഗി. ഗൈസ് സംഭവം ശരിക്കും സെറ്റപ്പാണ് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബാംഗ്ലൂരൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ മാളിലൊക്കെ ആൾക്കാർ പോകുന്നു, പിള്ളേരൊക്കെ പോയി ഓരോ ഫോട്ടോ എടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർ എന്തരടേന്ന് വിചാരിച്ചു. പക്ഷേ സത്യം ഇപ്പോഴാണ് ഇത് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. ഇതൊക്കെ സെറ്റ് സാധനം കേട്ടോ. ഇതെല്ലാം ടീയുടെ സെറ്റപ്പാണ്. ഗ്ലാസസ്. ഹലോ. അപ്പോൾ നമ്മുടെ കുറേ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആണെന്ന് തോന്നുന്നു. അല്ല, ബംഗാളികളാണ് കുറേ പെൺപിള്ളേർ. അപ്പോൾ അവരെല്ലാവരും കൂടി ഒരു ഹായ് തന്നെയാണ് എന്നെ കണ്ടപ്പോൾ. അയ്യോ ദൈവമേ, നമ്മളങ്ങനെ ആരെയും. വാവ്, ഈ ഫ്ലോർ കണ്ടോണേ ഗൈസ്. വാ ആണ്ടോ, വാവ്, ഇറ്റ്സ് വെരി നൈസ് ഫ്ലോർ അല്ലേ? കണ്ടോ നടക്കാൻ. വാവ്, സെറ്റപ്പ് ഐറ്റങ്ങൾ തന്നെ കേട്ടോ. ഇവിടെ സെക്യൂരിറ്റി ഗൈസ് എല്ലാവരും ഉണ്ട്. ഇനി അടുത്ത ഇതിൻ്റെ മണ്ടേ കയറാൻ പോകണം. എവിടേക്കാ എന്തൊക്കെയാന്ന്. വാവ്, സത്യം പറഞ്ഞാൽ ഇത് പൊളിച്ച് ഗൈസ്. ഇത് സെറ്റപ്പ് ഐറ്റം കേട്ടോ. എൻ്റെ മോനെ കിടിലൻ സെറ്റപ്പ് തന്നെയാണ് ഗൈസ്. നമ്മളിപ്പം ഇതിൻ്റെ മണ്ടേ കയറാനുള്ള പരിപാടി ഉണ്ട്. അടുത്തതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. വലിച്ചു പിടിച്ച് രാഗിയൊക്കെ മേളിൽ നിന്ന് കയ്യും കാലൊക്കെ കാണിക്കുന്നുണ്ട്. ഹായ്, നേരെ പോവും. പൊളിച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി. അവരെവിടെ പോയി? ആള് മാറി. വേറൊരു ബംഗാളി അവരുടെ കൂടെ പോകുന്നുണ്ട്. ആരാണ്? വെരി റിയലി നൈസ്. ചാടി അടുത്തതിൻ്റെ അകത്തോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തൊക്കെയാ? ഇതെന്തോ ടിക്കറ്റ് എന്നൊക്കെ പറയുന്നത്. എനിക്കൊന്ന് സിനിമയുടെ ആണോ അതെന്തോ എന്ന് പറയുമ്പോൾ എന്നാ ഡോക്ടറെ?
തിയേറ്റേഴ്സ് അല്ലേ? ഓ ഈ സെറ്റപ്പ് ഞാൻ കാണിച്ചു തരാം ഗൈസ് നിങ്ങൾക്ക്. ഓ മാൻ കേട്ടോ സംഭവം ഐനോക്സ് മെഗാ പ്ലെക്സോ. യാ ഇവിടാണ് നമുക്ക് തിയേറ്ററാണ് കേട്ടോ ഇത് സംഭവം. നമുക്ക് മലയാള പടമൊക്കെ ഉണ്ട് ഡോക്ടർ ഇവിടെ. മലയാള ഫിലിമൊക്കെ കാണാം. മലയാള ഫിലിമൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ് ഗൈസ്. ഇവിടാണ് അതിൻ്റെ ടിക്കറ്റ് കൗണ്ടർ എന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ നമുക്ക് തന്നെ ഓൺലൈനിലായിട്ട് എടുക്കാമെന്ന് തോന്നുന്നു. അല്ല അവിടെ ഫ്രണ്ടിൽ ആളുണ്ട്, നമുക്ക് എടുക്കാം അല്ലേ. എല്ലാ സെറ്റപ്പും ഇവിടെ തന്നെ ഉണ്ട്. അപ്പം സിനിമ കാണാൻ താല്പര്യമുള്ളവർക്കൊക്കെ ബാംഗ്ലൂരുള്ളവർക്കൊക്കെ വന്ന് സിനിമ കാണാൻ പറ്റുന്നൊരു ഐറ്റം സെറ്റപ്പാണ് കേട്ടോ ഇവിടെ. വാവ്, ഇതൊക്കെ സത്യം പറഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ട്. ഇനിയും കാണാൻ കിടക്കുകയാണ് കേട്ടോ ഗൈസ്. ഇവിടെ ഇഷ്ടംപോലെ സെറ്റപ്പുകൾ ഇനിയും ഉണ്ട് കേട്ടോ. പറഞ്ഞാൽ മുകളിലോട്ട് വലിഞ്ഞു പിടിച്ച് കയറുന്ന സാധനം തീർന്ന് കണ്ടോ ഗൈസ്. ഇതേ ഉള്ളു കേട്ടോ, ഇതേ ഉള്ളു ലാസ്റ്റ്. നമ്മളെ ആൾക്കാരൊക്കെ നമ്മളെ നോക്കി എടുത്തൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടത് ഒരു സൈഡ് മാത്രമാണ്. ഇതേപോലെ അപ്പുറേ ഇപ്പുറയൊക്കെ ഉണ്ടെന്നാണ് അനേകം സെറ്റപ്പുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. കണ്ടോ ഇതൊക്കെ കണ്ടോ ഗൈസ്. ഒത്തിരി പേര് ഇരുന്ന് നമ്മുടെ ഫോറിൻ സെറ്റപ്പ് ആട്ടോട്ട് ഫുഡൊക്കെ കഴിക്കാൻ പറ്റുന്നത്. ഇതാണ് ഇവിടുത്തെ ഫുഡ് കൗണ്ടറാണെന്നാണ് പറയുന്നത്. ഇവിടെ നമുക്ക് ഫോറിൻ സെറ്റപ്പിലൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റുന്ന അതിമനോഹരമായിട്ടുള്ള സെറ്റപ്പാണ് കേട്ടോ. വാവ്, ഇറ്റ്സ് വെരി നൈസ്. കേട്ടോ എല്ലാം അതിൻ്റെ അകത്തെല്ലാം ഹോട്ടലും സെറ്റപ്പൊക്കെയാണ്. ഫുഡ് തോപ്പിയ എന്നല്ലേ എഴുതിയിരിക്കുന്നത് ഗൈസ്. ഫുഡ് തോപ്പിയ എന്നാണെന്ന് തോന്നുന്നു ഇത് എഴുതിയിരിക്കുന്നത്. അതെ, ഫുഡ് കഴിക്കാൻ പറ്റുന്ന സെറ്റപ്പാണ്. ഇവിടെ എല്ലാം ഇഷ്ടംപോലെ ആൾക്കാർ ഫുഡ് ഇരുന്ന് കഴിക്കുന്നുണ്ട്. അങ്ങ് അറ്റം വരെ കഴിക്കുന്നുണ്ട് ഗൈസ്. അങ്ങോട്ടും ഉണ്ട് കേട്ടോ ഗൈസ്. സ്മോക്ക് ചെയ്ത സാധനങ്ങളൊക്കെ അവിടെ കിട്ടും. എങ്ങനെയുണ്ട് മോനെ അത് സെറ്റപ്പ്? മോനെ ആദ്യമായിട്ടാണോ ഇതൊക്കെയാണ് ഷോപ്പുകൾ. ഇവിടെ നിന്ന് ഇവർ ഇങ്ങോട്ട് സെർവ് ചെയ്യുന്നത്. ഇവിടെ ആൾക്കാർ ഇങ്ങനെ ഇരുന്ന് കഴിക്കാൻ വേണ്ടി തന്നെ ഒത്തിരി പേരുണ്ട്. ഉണ്ടോ സെറ്റപ്പ് സംഭവമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ അടിപൊളി പരിപാടിയാണ്. ഇതിൻ്റെയൊക്കെ ഇടയിൽ മലയാളീസും കാണും. ഇത് ഗെയിമിംഗ് ആണ് തോന്നുന്നു കേട്ടോ ഗൈസ്. ഇനി അടുത്ത സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഗെയിം കാര്യങ്ങൾ കളിക്കുന്ന സ്ഥലമാണ് തോന്നുന്നു കേട്ടോ. ഫൺ സെറ്റപ്പാണ് ഇവിടെ. എല്ലാം നമുക്ക് കുഞ്ഞു പിള്ളേർക്കുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് ഗൈസ്. വാ, ഇതാണ് ഗൈസ് കുതിര. ഇതൊക്കെ ഉണ്ട് ഗൈസ്. ഇതൊക്കെ നമുക്ക് കളിച്ച് ഇതിൻ്റെ അകത്ത് ചോക്ലേറ്റ് ഇതൊക്കെ സംഭവം കിട്ടുന്ന ഐറ്റമാണെന്ന് തോന്നുന്നു കേട്ടോ. സംഭവം സെറ്റപ്പാണ്. ഇതെൻ്റെ ഗൈസ് ഇതിന് വണ്ടി ഓടിക്കുന്നു. അടുത്തന്നെ അവിടെ നിന്ന് വണ്ടി ഓടിക്കുന്നുണ്ട് ഗൈസ്. കാണിച്ചു തരാമേ ഗൈസ്. കണ്ടോ ഇത് അവിടെ നിന്ന് വണ്ടി ഓടിക്കുന്നുണ്ടോ ഗൈസ്? ഉണ്ടോ സംഭവം സെറ്റപ്പാണ്. ഉണ്ടോ ഓരോരോ അടിപൊളി പരിപാടിയുണ്ട്. ആട്ടോരത്തിന് അവിടെ നിന്ന് തല്ലി കളിക്കുന്നത് ഉണ്ടോ സംഭവം വരുന്നത് ഉണ്ടോ. പിള്ളേർക്കുള്ള സെറ്റപ്പാണ് കേട്ടോ ഇത്. കണ്ടോ ഇവിടെ ഒരു AI അതായത് VI അല്ലേ ഇത് സംഭവം. എന്തായിരുന്നു VI അല്ലേ? എന്താ ഡോക്ടർ ഇത്? ഇവിടെ എല്ലാത്തിനും പിടിച്ചോണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മളെ കാണുന്നില്ല പുള്ളിക്കാരി. ആ സ്ക്രീനിൽ കാണുന്ന സെറ്റപ്പാണ് പുള്ളിക്കാരി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇതാണ് പുള്ളിക്കാരിയുടെ കണ്ണിൽ ഇപ്പൊ ഇതാണ് കാണുന്നുള്ളൂ. ഉണ്ടോ ഭഗവാൻ എന്റെ തലക്കെട്ടുന്നിട്ട് അടിക്കാഞ്ഞ ഭാഗ്യം മാറിയിക്കാം. ഉണ്ട് ഇങ്ങനെയൊക്കെ ഉള്ള സെറ്റപ്പുകളുണ്ട്. ഡോക്ടറെ ഇതെങ്ങനെയുണ്ട് സെറ്റപ്പ്? ഈ സെറ്റപ്പ് അടിപൊളിയില്ലേ? നമുക്ക് പിള്ളേർക്ക് കൊച്ചു പിള്ളേരൊക്കെ വന്നു കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. ഇത് നമുക്ക് കൊച്ചു പിള്ളേർ പോലെ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു ഗെയിം കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആണിത്. ആളിൻ്റെ അകത്ത് തന്നെയുള്ള സെറ്റപ്പാണ് സംഭവം. ഇതൊരു അടിപൊളി സെറ്റപ്പ് തന്നെ കേട്ടോ. കണ്ടോ ഇവിടെ കൊച്ചു പിള്ളേർ പോലെ എല്ലാവരും കളിക്കുന്നുണ്ട്. വലിയവർ വരെ എല്ലാവരും കളിക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ ഗൈസ് മറ്റൊരു സംഭവം ഞാൻ കാണിച്ചു തരാം. നമ്മളിങ്ങനെ മറ്റേ ബോൾ കൊണ്ട് ഉരുട്ടി കളിക്കുന്നത്. കണ്ടോ ഗൈസ് ഇതാ ഞാൻ പറഞ്ഞ സംഭവം. കണ്ടോ മറ്റേ പിള്ളേരെ എറിഞ്ഞ് കളിക്കുന്നുണ്ടോ ബോൾ കൊണ്ട്. കണ്ടോ വാവ്. അടിപൊളി സെറ്റപ്പുകളാണ് ഗൈസ്. ഉണ്ട് ഒരു വെള്ളം ചീറ്റി കളിക്കുന്ന കാണിക്കും. വാവ്, പിള്ളേർ ഇവിടെ വെള്ളം ചീറ്റി കളിച്ചാണ്. വൻ സെറ്റപ്പാണ്. ഓ മാൻ യോ ഇതുണ്ടോ ഗൈസ്. ഒത്തിരി പാവകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അവർക്കൊരു ഫോട്ടോ എടുത്ത് കൊടുക്കാനാണ് പറയുന്നത് അവിടെ നിന്നുകൊണ്ട്. ഇപ്പോൾ ഫോട്ടോ എടുത്ത് കൊടുക്കാവേ ഗൈസ്. ഇത് നമ്മളെ ബംഗാളി അല്ല നേപ്പാളി പിള്ളേരാണെന്ന് തോന്നുന്നു. അവർ ഭയങ്കര ഗെയിമിങ് മെൻറ്റാലിറ്റി ഉള്ള പിള്ളേരാണ്. സംഭവം സെറ്റപ്പായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി അടുത്ത സെക്ഷനിലോട്ട് പോവുകയാണ്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് കണ്ട് സെറ്റപ്പായിട്ട് പോവാം. ഓക്കെ, നമുക്ക് ഇനി അടുത്ത 2-3 കുറച്ചുകൂടി ഫോട്ടോസ് എടുക്കണ്ടേ?
നല്ല സ്പേസ് ചെയ്യുന്നുണ്ട്. വീഡിയോ വരുമ്പോൾ സാർ വീഡിയോ വരുമ്പോൾ നമ്മൾ മിണ്ടണ്ടേ ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത നല്ല ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഫോട്ടോ എടുക്കാം. അപ്പോൾ അങ്ങോട്ട് പോകാം ഗൈസ്. ഇത് കണ്ടോ ഗൈസ്, സംഭവം ഇത് പൊളിച്ചു കേട്ടോ. മോളി തൂക്കിയിട്ടേക്കുന്നതാണ് കണ്ടു. പിള്ളേർ സെറ്റുകളെല്ലാം പൊളിക്കാൻ വേണ്ടി അവിടെ വന്നിരിപ്പുണ്ട്. ഹലോ. അപ്പോൾ നമ്മുടെ കുറെ പിള്ളേരവിടെ ഇരിപ്പുണ്ട്. അവരൊരു ഹായ് കൊടുത്തതിനാണ് ഗൈസ്. അവർ ഐസ്ക്രീം വാങ്ങാൻ പോകാൻ തോന്നുന്നു. ഓ, പിസ്സ വാങ്ങാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. ഇവിടെ പോയി ഡോക്ടർ ഓർഡർ ചെയ്യാണ്. എന്നാ ഡോക്ടറെ സംഭവം സെറ്റപ്പ്? എൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ. വെറൈറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവള് ഫോട്ടോ ഭ്രാന്തിയാണ്. സത്യം പറഞ്ഞാൽ വന്നപ്പോൾ പോലെ ചേട്ടാ ഫോട്ടോ എടുത്തുതരും, ചേട്ടാ ഫോട്ടോ എടുത്തുതരും. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഫുഡ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വായിക്കൊടുന്നില്ല ഗൈസ്. എന്റെ സംഭവം എന്ന് പറഞ്ഞാൽ ഷർട്ട് ഒരു വേറെ ഒന്നുമല്ല ഗൈസ്. ഞാൻ ഇതേപോലെ ഒരു വീഡിയോ എടുത്തതാണ്. അപ്പം പെപ്സിയുടെ കാര്യം പറഞ്ഞു, അതേപടി മറിച്ച് എന്റെ വെള്ള ഷർട്ടിലോട്ട് വീണു ഗൈസ്. ഔ മൈ ഗോഡ്. അപ്പൊ ഞാനതൊക്കെ കൊണ്ട് വാഷ് ചെയ്തിട്ട് വന്നിരിക്കുന്നതാണ്. ഇതുണ്ടോ ഗൈസ്, ഉണ്ടോ അയക്കുന്നുണ്ടോ? ഇതെല്ലാം കഴിച്ചു തീർത്തിട്ട് അടുത്ത സ്ഥലത്തോട്ട് പോകണ്ടേ നമുക്ക്. അത് ഭയങ്കര തിരക്കിലാണ് കഴിക്കുന്നത് ഗൈസ്. അപ്പം നമ്മൾ ബാക്കിയുള്ള ഫുഡ് കാര്യങ്ങളെല്ലാം കണ്ടില്ലേ, കഴിച്ച്. അപ്പം ഞാൻ ഡ്രസ്സൊന്ന് കണ്ടേ കൈയൊന്ന് സെറ്റായിട്ടുണ്ട്. ഇത്രയും ഭാഗം നിറഞ്ഞു പോയിട്ട് ഞാൻ ഫുഡിൻ്റെ ഇത് കാണിക്കാൻ വേണ്ടി എടുത്ത വീഡിയോ ആണ്. പക്ഷേ ഇപ്പോൾ ഓക്കെയാണ്, നമ്മൾ സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ പുതിയ സ്റ്റൈലിൽ ഇറങ്ങിയൊക്കെയാണ് ഗൈസ്. ഓക്കെ അല്ലേ ഡോക്ടറെ? അപ്പോൾ നമ്മൾ കണ്ടേ ഇനി അടുത്ത നമ്മൾ ഇനി എങ്ങോട്ട് പോകാനുള്ള പ്ലാനിലാണ്? ഹലോ, നമ്മളിനി ഓക്കെ, ഡോക്ടറിന് അവിടെ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് കൊടുക്കാന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഗൈസ്, ഞങ്ങൾ റൈബൻ്റെ ഗ്ലാസ്, എൻ്റെ പുതിയ റൈബൻ്റെ ഗ്ലാസ് ഇത് ചവിട്ടി പിടിച്ചാൽ നിൻ്റെ അണ്ണാക്കെ അടിച്ചു. ഗൈസ്, നമ്മൾ ഇവിടുന്ന് താഴോട്ട് ഇറങ്ങുകയാണ്. എല്ലാ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനി താഴോട്ട് നടന്നു പോകാമെന്ന് വിചാരിച്ച്. അപ്പം സ്ഥലങ്ങളൊക്കെ കണ്ട് ലിഫ്റ്റിലൊന്നും പോകാതെ നടന്ന് പോകാമെന്ന് വിചാരിച്ച്. സംഭവം സെറ്റപ്പാണ്. വെരി നൈസ്. ഇതൊരു ഗ്ലാസ് ഉണ്ടാക്കി സെറ്റപ്പാണ് കേട്ടോ. സംഭവം അടിപൊളിയാണ് ഗൈസ്. എങ്ങനെയുണ്ട് സെറ്റപ്പ്? എങ്ങനെയുണ്ട് മോനെ? സൂപ്പർ അല്ലേ? എവിടെ മോണ് കണ്ടോ? അല്ലേ, ഡോക്ടർ പറഞ്ഞ കേട്ടോ, നല്ല മോഡേൺ യുവതികളാണ് ഈ പോകുന്നതെന്നാണ് പറയുന്നത്. നമ്മളിനി അവരെ നോക്കിയിട്ട് വാ, ഇത് കണ്ടോ, ഈ സെറ്റപ്പ് കണ്ടോ ഗൈസ്? ഇത് അടിപൊളി സെറ്റപ്പാണ് കേട്ടോ. ഇത് പിച്ച് ഇരിഞ്ഞ് സ്ലോ മോഷന് ഇത് സ്റ്റക്കായി നിൽക്കുന്ന പോലെയുണ്ട്. വാ, അതാ നോക്കൂ ഗൈസ്, ഉണ്ടോ? ഇത് സെറ്റപ്പ് പരിപാടിയായിട്ടുണ്ട് കേട്ടോ, കണ്ടോ? ഈ പിള്ളേരെ നാണക്കേട് കൊണ്ട് അവൻ്റെ ഇതൊന്ന് ഓടിപ്പോവാണ്. സംഭവം ഇത് സെറ്റപ്പ് ആയിട്ടുണ്ട് കേട്ടോ, കണ്ടോ? ശരിക്കും അടിപൊളി ഒരു സംഭവമാണ് കേട്ടോ. ഇത് കാണാൻ നല്ല സെറ്റായിട്ടുണ്ട്. ഇതൊക്കെ എല്ലായിടത്തും ഉള്ളത് തന്നെ, എല്ലാ ഐറ്റങ്ങളും ഗൈസ്. മച്ചാമാരെ, ഡോക്ടറെ 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 ഈ ഫ്ലോർ കൊള്ളാമല്ലേ അല്ലേ? ഞാൻ എന്താ ഇത് നല്ല ഓ സറ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇത് ബ്രാൻഡഡ് ആണെന്ന് തോന്നുന്നു. വാ, ഇതിൻ്റെ അകത്ത് തന്നെ ഒരു വേറെ എന്തോ ഒരു സെറ്റപ്പ് പോലെ ഉണ്ട് സത്യം പറഞ്ഞ കേട്ടോ. ഓഹ്, വേറെ വേറെ ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ. വാ, ഇതൊക്കെ കണ്ടോ ഗൈസ്? എൻ്റെ മോനെ, സെറ്റപ്പ് തന്നെ, ഇതൊരു സെറ്റപ്പ് തന്നെ കേട്ടോ. വാ മാൻ, ഇത് സെറ്റപ്പ് ആയിട്ടും തന്നെ കേട്ടോ മക്കളെ. ഗൈസ്, അപ്പോൾ നാട്ടെ ഇവിടെ ഫോട്ടോ എടുക്കാൻ പറ്റും. കിടിലൻ സൈറ്റ് ഇത് തന്നെ, സെറ്റപ്പ് വ്യൂ കേട്ടോ.
സംഭവം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അവർ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നിരുന്നത് പെട്ടെന്ന് ഞാൻ വീഡിയോ ഓണാക്കി ഗൈസ്. അപ്പോഴേക്ക് ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്, അവിടെ ചൂണ്ടിക്കാണിച്ച് ഇനി വഴക്ക് കേൾക്കണ്ട. ഫോട്ടോ എടുക്കണ്ടേ, അവർക്കൊരു ഫോട്ടോ എടുത്ത് കൊടുക്കട്ടെ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ വണ്ടിയുടെ അടുത്തോട്ട് പോവാണ്. ഇവിടുത്തെ എല്ലാ പരിപാടികളൊക്കെ കഴിഞ്ഞു. എല്ലാ പരിപാടിയും എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും സമയം കിട്ടിയിട്ടില്ല. ഉച്ച കഴിഞ്ഞാണ് നമ്മൾ ഇറങ്ങിയത്. അതുകൊണ്ട് അതിന് മാത്രമുള്ള ടൈം നമുക്ക് കിട്ടിയിട്ടില്ല. പിന്നെ വേറെ എവിടെ ഒരു പ്ലേസിൽ പോകണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ അതിനുള്ള ഒരു ടൈം നമുക്ക് കിട്ടിയിട്ടില്ലെന്നാണ് അവർ പറയുന്നത്. പോയി കഴിഞ്ഞാൽ നേരത്തെ ക്ലോസിങ് ആവും, 7 മണിയാവും എന്ന് പറയുന്നത്. ഇപ്പോൾ തന്നെ ഒരു 5-6 മണിയായി. ഇനിയിപ്പോൾ നമ്മൾ നേരെ വണ്ടിയുടെ അടുത്തോട്ട് പോവാണ്. ഇനി എന്താ പറയുന്നത്, നമ്മൾ നൈസായിട്ട് റൂമിലോട്ട് പോകാമെന്നുള്ളൊരു പരിപാടിയാണ്, ഒരു പ്ലാനിലാണ്. ഇനി എന്താ ഡോക്ടറും ഇനി രാഗി ഇനി വേറെ എന്തെങ്കിലും പ്ലാനിങ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അങ്ങോട്ട് പോകും. എന്തായാലും സംഭവം ഇവിടുത്തെ ഒത്തിരി ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റി. പിന്നെ വലുതായിട്ട് കടകളിൽ കയറാനോ സ്റ്റോറി കയറി പരിചയപ്പെടുത്താനൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ എന്താണെന്ന് പറഞ്ഞാലും സംഭവം പൊളിച്ച് അടിപൊളി എന്താ പറയുന്നത് എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ. എനിക്കിഷ്ടപ്പെട്ട്, അതുപോലെ തന്നെ നല്ല രീതിക്ക് എൻജോയ് ചെയ്ത്. ഇനിയിപ്പം ഇനി അടുത്ത ഇനി എന്താ പ്ലാൻ നോക്കട്ടെ, ഇനി അവരെന്താ തീരുമാനിക്കുന്നുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പോയി സെറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ ഗൈസ്, നമുക്ക് കാണാം. ഇവിടെ നിറച്ചും കാറുകളാട്ടോ. ഇവിടെ ഇഷ്ടം പോലെ വണ്ടികളാണ് കേട്ടോ. കിടിലും BMW മുതൽ എല്ലാ ഐറ്റങ്ങളും കിടക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടറിൻ്റെ ഫോൺ അങ്ങനെ എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. എല്ലാ ഐറ്റം വണ്ടികളും കാറുകളും എല്ലാം ഇവിടെ ഉണ്ട്. സെറ്റപ്പ് വണ്ടികൾ. നമുക്ക് നേരത്തെ ഹെൽപ്പ് ചെയ്ത ബ്രോ ഉണ്ട്, ഇവിടെ തന്നെ ഉണ്ട്. ഹായ് ബ്രോ. അപ്പോൾ നമ്മൾ പോകാനുള്ള പരിപാടിയിലാണ്. നമ്മൾ വണ്ടിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ വണ്ടിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കയറിയിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഓക്കെ, ബൈ.